ഞാനെന്താ പറയുന്നത്, ഇതിലിപ്പോൾ നമ്മളെ നല്ല എല്ലാ മതത്തിനും ഉൾപ്പെടുത്തി, ഹിന്ദു മതത്തിനും ഉൾപ്പെടുത്തി, മുസ്ലിം മതത്തിനുണ്ട്, ക്രിസ്ത്യൻ മതത്തിനും ഉൾപ്പെടുത്തി, അമ്പലം പള്ളി എല്ലാം നമ്മളുണ്ടാവും. എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒന്ന് ചെറുതായി ടച്ച് ചെയ്തു. ആ രീതിക്കായതുകൊണ്ടാണ് അതിന് വരികൾ കുറയ്ക്കാൻ പറ്റാൻ. പിന്നെ വേലിയും പൂരങ്ങളും മാത്രമേ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളൂ. പക്ഷെ ഇതിൽ നമ്മളെ കുറച്ച് സാഹിത്യകാരന്മാരെ കൂടെ ഉൾപ്പെടുത്തി. സാഹിത്യകാരന്മാർ നമുക്ക് ഷൊണ്ടൂർ ചെയ്തു. അപ്പോൾ എല്ലാവരും പ്രശസ്തമാണ്. പക്ഷേ അതുപോലെ ഖസാക്കിൻ്റെ ഇതിഹാസം ഈ നോവലിലെ മലയാളത്തിലെ കാലഘട്ടം മുതൽ വർഷങ്ങളോളം നിലനിൽക്കും, ഇനിയും ഒരുപാട് കാലം നിൽക്കുന്നതാണ് ഖസാക്കിൻ്റെ വിജയം. അതുപോലെ ചെമ്പൈ വൈദ്യനാഥ ഭഗവതി നമ്മുടെ കോട്ടായിലാണെന്നും ഇവിടെ നമ്മുടെ പാലക്കാട്ടുകാർ പോലും അറിയില്ലല്ലോ. അതൊക്കെ ടച്ച് ചെയ്ത് പോയി നല്ലതാണ്. പാട്ടിലൂടെ നമ്മുടെ പാലക്കാടിൻ്റെ ചരിത്രം കംപ്ലീറ്റ് ആയിട്ട് വന്നു. ഒരു ക്യാപ്സൂൾ പരുവത്തിലാണെങ്കിലും നന്നായി വന്നു. സാധാരണ ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ നമ്മൾ കളയും. എന്നിട്ട് ഞാൻ പറഞ്ഞേ തീച്ചൂടേറ്റി വണ്ടി നടക്കും. ആ തീച്ചൂടാണ് പാലക്കാടിന്റെ കാര്യം. അതും അല്ലാതെ നന്നായി കാറ്റിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ഉണ്ടല്ലോ ഇല്ലല്ലേ തീച്ചൂടേറ്റി വണ്ടി നടക്കുന്ന എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അങ്ങനെ ഇത് ഓക്കെ അല്ലേ? അപ്പോൾ ഈ പാട്ട് നമ്മുടെ സാധാരണയിൽ വെച്ച് മനോഹരാകുന്നു തോന്നുന്നുണ്ടോ ചേച്ചി? ഉറപ്പായിട്ടും അതല്ലേ, ഗംഭീരമായിട്ട് പോകും, നന്നായിട്ട് പോകും, മറ്റുള്ളവർ വെച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ സാറേ അപ്പോൾ അടിച്ച് പൊളിക്കാൻ നോക്കി. ഓക്കെ ഓക്കെ.